ഇതൊന്നും പിണറായി വിജയന്റെ തറവാട്ടെന്ന് കൊണ്ടുവരുന്ന പണമല്ല. ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണ നികുതിദായകൻ, ആ നികുതിദായകൻ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം മുഴുവൻ ചെലവാക്കാൻ പോകുന്നത്. ഇന്നലെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാർ ഒരു നേറ്റിവിറ്റി കാർഡ് കൊടുക്കുമെന്ന് വ്യക്തമാക്കിയത്. SARന്റെ പശ്ചാത്തലത്തിലായിരുന്നു അത്. എന്നാൽ ഇങ്ങനെ കൊടുക്കുന്ന കാർഡിന് നിയമസാധുതയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് BJP നേതാവ് V. മുരളീധരൻ. ഇതിനുവേണ്ടി ചെലവാക്കുന്ന പണം പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്നല്ല കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തുകൊണ്ട് നിയമസാധുതയില്ലെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന, കേരളത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പുതിയ കാർഡ് ഇറക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു യുണീക് ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ആധാർ കാർഡിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണോ കേരള സർക്കാർ പുതിയ ഐഡന്റിറ്റി കാർഡ് ഇറക്കാൻ പോകുന്നത്? ഈ പുതിയ ഐഡന്റിറ്റി കാർഡിന് നിയമസാധുത ഏത് തരത്തിലാണ് ഉണ്ടാവുക? ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു കാര്യം, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ അല്ലെങ്കിൽ കാർഡ് നൽകാനുള്ള അധികാരം. ആ അധികാരം സംസ്ഥാന സർക്കാർ ഏത് വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ, ഭരണഘടനയുടെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്? അതോ ആരെങ്കിലും മുഖ്യമന്ത്രിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലുമായിട്ട് ഒരു കരാർ ഏർപ്പെടാനുള്ള തയ്യാറെടുപ്പിന്റെ തുടക്കം എന്ന നിലയിലാണോ ഈ പ്രഖ്യാപനം? ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ ഇതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ഈ സർക്കാരിൻ്റെതായിട്ടുണ്ട്. സിൽവർ ലൈൻ എന്ന് പറഞ്ഞ് നാട് മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് ഏതാണ്ട് 75 കോടി രൂപ ചെലവിട്ടു. ഇപ്പൊ ആ മഞ്ഞക്കുറ്റിയൊക്കെ പിഴുതെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പണം ചെലവിടാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും പിണറായി വിജയന്റെ തറവാട്ടെന്ന് കൊണ്ടുവരുന്ന പണമല്ല. ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണ നികുതിദായകൻ, ആ നികുതിദായകൻ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം മുഴുവൻ ചെലവാക്കാൻ പോകുന്നത്. അതുപോലെ ഒരാൾക്കും പ്രയോജനപ്പെടുത്താത്ത, ഒരു സാധുതയുമില്ലാത്ത ഒരു കാർഡ് നൽകുന്നു എന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനം ഇതുപോലെ ആരെങ്കിലുമായിട്ട് കരാറുണ്ടാക്കി ആ കരാറിന്റെ ഒരു അംശം വരുന്ന തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമത്തിന്റെ തുടക്കമായിട്ടാണോ ഈ പ്രഖ്യാപനം ഇന്നലെ നടന്നത് എന്നുള്ള ആശങ്ക ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കാരണം ഈ സർക്കാർ ഇതുപോലെ നടത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ, ഈ നിരവധി കാര്യങ്ങൾ നികുതിദായകന്റെ പണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനങ്ങൾ, നികുതിദായകന്റെ കീശ കാലിയാക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള സർക്കാരാണ്. മഞ്ഞക്കുറ്റി അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. സിൽവർ ലൈനിന്റെ പേരിൽ ചെലവാക്കിയ തുക, ഈ പദ്ധതി നടപ്പാകില്ല എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നാട് മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചു. ആർക്കൊക്കെയാണ് അതിന്റെ പേരിൽ പ്രയോജനം ഉണ്ടായത് എന്ന് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഈ പുതിയ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്? അതല്ല, ആരെങ്കിലുമായിട്ട് കരാർ ഒപ്പിടാനുള്ള തീരുമാനം സർക്കാരിന്റെ തലത്തിലോ പാർട്ടി തലത്തിലോ എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ? ഇതിൽ വലിയൊരു അഴിമതി സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ ഇതിലുണ്ടായത്. നിയമസാധുത ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു രേഖ, ആ രേഖ ആധാറിന് വിരുദ്ധമാണെങ്കിൽ ഏത് രേഖയാണ് അടിസ്ഥാനപരമായിട്ട് പരിഗണിക്കപ്പെടുക? അത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ കാർഡ് പുറത്തു വന്നതിന് ശേഷം ഇതേപോലെ കാർഡിനാകുന്ന കമ്പനിക്കാർക്ക് കുറെ പണം കൊടുക്കും, അതിന്റെ ഒരു അംശം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കിട്ടും, ഈ നാട്ടിലെ ജനങ്ങൾക്ക് അക്കൊരു പ്രയോജനം.
കേന്ദ്രമന്ത്രി ലോകം മുഴുവൻ എല്ലാ കാര്യങ്ങളും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങളും നിയമങ്ങളും തീരുമാനം ആ തീരുമാനം വന്നതിന് ശേഷം നമുക്ക് അറിയാം. ആ വിലയിരുത്തലിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം എം.ടി. രമേശാണ് വിശദീകരിച്ചത്. ആ വിശദീകരണത്തിന്റെ കോപ്പി വേണം വിജയനെത്തി. അത് നിയമപരമായിട്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാം. നിയമത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ബിനോയ് വിശ്വ ആദ്യം ബി.ജെ.പി മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് അകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയും. എനിക്ക് മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കില്ല. നേരത്തെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പിന് ഇനിയും കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ വർഷം 2021 2 മാസത്തിൽ കുട്ടികളെ സാധ്യതയുണ്ടോ? ബി.ജെ.പി പ്രവർത്തകരാണ് അങ്ങനൊരു കലോത്സവമേ അവിടുത്തെ പള്ളിയിൽ നിന്ന് പോയിട്ടില്ല എന്ന് അവിടുത്തെ ബിഷപ്പ് പറഞ്ഞത് ഞാൻ കേട്ടു. അതിന് ഡിവൈഎഫ്ഐയുടെ കലോത്സവം കാണാമെന്ന് എനിക്കറിയാം. എനിക്കറിയാം നിയമം നിങ്ങൾക്ക് പറയാം. നമ്മുടെ മുന്നിൽ നിയമങ്ങളില്ല. നിങ്ങൾ നോക്കുക, ഞാൻ നോക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കട്ടെ. അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് തീരുമാനിക്കേണ്ട വിഷയമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കേണ്ട വിഷയം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെക്കുറിച്ച് പരാതി ഇപ്പോൾ ഉള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുള്ള ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാനാണെന്ന് നാളെ നിങ്ങൾ തരും. അത്യാധികതല്ല, പ്രത്യേക മുൻകേണ്ടത്. എന്തായാലും അദ്ദേഹം ഒരു കൗൺസിലറായി അല്ല ഞാൻ പറഞ്ഞത്. അത് ഹി ഓർ ഷീ ആരാണെങ്കിലും ഒരു കൗൺസിലർ തന്നെയുണ്ട്. അല്ലാത്ത ഒരാളെ ഞാൻ പറയാം 24 മണിക്കൂറിനകം അറിയാം.